മലയാള ചലച്ചിത്രത്തിൽ ഏറ്റവും അധികം പ്രവർത്തിച്ച അഭിനേതാവ് ആരാണ്? സംശയമില്ല, സുകുമാരി തന്നെ. മലയാള സിനിമയ്ക്ക് ചേച്ചിയായും അമ്മയായും മുത്തശ്ശിയായും മാറിയ ആ നടന സഭയ്ക്ക് സമാനതകളില്ല. അരനൂറ്റാണ്ട് കഴിഞ്ഞും സജീവമായി നിൽക്കുന്ന ആ അഭിനയ ജീവിതത്തിലെ തിരക്കുകളിലേക്ക് സുകുമാരമ്മ മലയാള സിനിമയുടെ പ്രസരിപ്പാണ്. എന്താ വെച്ചാൽ ഫോൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ സുകുമാരിയാണ് എന്ന് പറയുന്ന ഒരു പ്രസരിപ്പുണ്ടല്ലോ. ഇത്ര കാലമായിട്ട് ഇതെങ്ങനെ കൊണ്ടു നടക്കുന്നു ഈ പ്രസരിപ്പ്? ഇപ്പോൾ എല്ലാവരും അറിയാവുന്ന ആൾക്കാരല്ലേ, അപ്പം നാച്ചുറലി അറിയാവുന്നതുകൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അവരെ അറിഞ്ഞൂടാ അല്ലെങ്കിൽ ആരാണ് എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഒന്നില്ലേ അറിഞ്ഞൂടാത്തവരാണെങ്കിൽ പേരെങ്കിലും പറയും, അല്ലെങ്കിൽ ചേച്ചി ഞാനാണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാണെന്ന് പിടികിട്ടും. അങ്ങനെ അങ്ങനെ ഈ അല്ല 60 കൊല്ലത്തോളമായി ഇല്ലേ? 60 കുറയ്ക്കണ്ട, 66 വേണമെങ്കിലും ആവാം. 66 കൊല്ലം ഇത്രയും ഒരേമാരുള്ള ഒരു പോസിറ്റീവ് എനർജി കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ അത് ഈ മലയാള സിനിമയിലല്ലേ, എനിക്കൊരു ഇന്ത്യൻ സിനിമയിൽ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. മലയാളത്തിൽ മാത്രമല്ല, എല്ലാ ഭാഷയിലും ഉണ്ട്. ഇതെല്ലാം ആണെങ്കിലും ആ ഒരു വന്ന വഴിയുണ്ടല്ലോ, അത് ട്രാവൻകൂർ സിസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ള ഒരു ലൈഫ്. തീർച്ചയായിട്ടും അത് മോള് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ഞങ്ങളെ കൊണ്ടുവന്ന വഴി, ആ അമ്മ, അവരെ ഒരിക്കലും മറക്കാനൊക്കില്ല. അതായത് സരസ്വതി അമ്മ. അതെ, സരസ്വതി അമ്മ. അമ്മ ലല്ലക്കനെയും പപ്പിക്കനെയും രാഖിയക്കനെയും എങ്ങനെ നോക്കും, അതിനെയും കാട്ടി കൂടുതലാണ് ഞങ്ങൾ കൂടെ ഉള്ള കുട്ടികളെ എല്ലാവരെയും നോക്കിയത്. ഇത് ഞങ്ങൾ 6 പേരാണ് ഡാൻസേഴ്സ് ഓഫ് ഇന്ത്യ. ലളിത, പദ്മിനി, രാഗിണി, തങ്കം, സരോജ, സുകുമാരി. ഞങ്ങൾ 6 പേരായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഡാൻസ് ട്രൂപ്പ് തുടങ്ങിയത്. അത്രമാത്രമാണ് അമ്മ നമ്മളെല്ലാവരെയും സ്നേഹിച്ചതും അതുപോലെയാണ് പറഞ്ഞു തന്നതും അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഒരിക്കലും അവരെ മറക്കാനേ ഒക്കില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് പൂജപ്പുര മലയ കോട്ടേജ് എന്നായിരുന്നു, അവിടെയായിരുന്നു വീട്. ട്രിവാൻഡ്രത്ത് മലയ കോട്ടേജ് എന്ന് പറയുന്നത് അന്ന് വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു. അതായത് ആർക്കും മറക്കാനൊക്കില്ല. എന്നുവെച്ചാൽ ജയിലാണ് മുൻവശത്ത്, ജയിലിൻ്റെ മുൻവശത്താണ് വീട്, മനസ്സിലായില്ലേ? അപ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ ഒന്ന് ഓടിപ്പോണെങ്കിലും ഈ ജയിലിലെ ആൾക്കാരെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. ആ സമയം അതല്ലാത്ത സമയം വേണം ഓടി അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ. അങ്ങനെയൊക്കെ വളരെ പേടിച്ച് ഉണ്ടായിരുന്ന ഒരു ഇതാണ്. പൂജപ്പുര അന്ന് മലയ കോട്ടേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ഈ മദ്രാസിലേക്ക് പോകുന്നത് സരസ്വതിയുടെ കൂടെയാണോ? അമ്മ ഒക്കെ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നിരുന്നു. അപ്പോൾ വല്യമ്മ, ഞാൻ എൻ്റെ വല്യമ്മയുടെ കൂടെ ആയിരുന്നു. ആ വല്യമ്മ പറഞ്ഞു പിന്നെ സുകുമാരിയെ കൂടെ വിളിച്ചുകൊണ്ട് പോകണം. കാർത്തിയാനിയ വല്യമ്മ പറഞ്ഞിട്ടാണ് പിന്നെ ദാറ്റ് ഈസ് സരസ്വതി അമ്മ ഞങ്ങളെ മദ്രാസിൽ കൊണ്ടുപോകണം. അപ്പോൾ പോയതാ. മേ ബി ഐ വാസ് അബൌട്ട് 6 or 7. അപ്പോൾ പോയതാണ്. അതിനുശേഷം ട്രിവാൻഡ്രത്ത് വന്നിട്ടില്ല. ഇല്ല, അവിടെ തന്നെയാണ് മദ്രാസിലേക്ക് എത്തുന്നു. എല്ലാം അമ്മ തന്നെയാണ് എല്ലാം. അപ്പോൾ ഈ ഡാൻസിലേക്ക് പിന്നെയാണ് അങ്ങോട്ട് കാലൂന്നത്? അതെ, അവിടെ എല്ലാം പഠിച്ചേ പറ്റൂ. ഡാൻസ് മാത്രമല്ല, പാട്ട് പഠിക്കണം, മൃദംഗം വായിക്കാൻ പഠിക്കണം, എല്ലാം പഠിക്കണം. എല്ലാം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും പഠിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് സ്കൂളിലും പോകണം. സ്കൂളിൽ പോയത് വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ. പക്ഷേ ഈ പെട്ടെന്നൊരു പറിച്ചു നടലല്ലേ, അതെങ്ങനെയൊന്നും അഡ്ജസ്റ്റ് ചെയ്ത? ഈ അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അന്ന് സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് മലയാളം മാത്രമേ സംസാരിക്കാൻ തമിഴും. അവിടെ ചെന്നപ്പോൾ തമിഴ്, ബട്ട് എല്ലാം ബൈഹാർട്ട് ചെയ്യണം. ഒരു ഊരിൽ ഒരു രാജ ഇരുന്നാർ, അത് മുഴുവനും ബൈഹാർട്ട് ചെയ്യണം. അങ്ങനെ പാഠം മുഴുവനും ബൈഹാർട്ട് ചെയ്യണം. ഇവർ ഏത് വായിക്കാൻ പറയണോ നമ്മൾ അവിടുന്ന് വായിക്കണം. അത് ഇനി വൈകുന്നേരം വന്ന് ഡാൻസും ഒക്കെ പഠിക്കണം. അതിനും ഡാൻസ് പഠിക്കണം. ഒരു 20 മണിക്കൂർ ഷൂട്ടിങ്ങിന് പോകണം, പെർഫോമൻസിന് പോകണം, എല്ലാം വേണം. അതായത് ഞങ്ങൾക്കൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ അന്ന് അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അത് പഠിച്ചത് കൊണ്ടായിരിക്കാം ഇന്നും എവിടെ പോയാലും ഏത് സമയത്താണെങ്കിലും എഴുതി നിൽക്കാൻ പറ്റും. പിന്നെ ഈ നാടകത്തിലുള്ള ഇൻട്രസ്റ്റ് ഈ ചോ രാമസ്വാമിയുടെ കുറേ വർഷം കഴിഞ്ഞതിന് ശേഷം രാഗിണിയക്കൻ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ അവർ ക്ഷണിച്ചിരുന്നു. അതായത് YG പാർത്ഥസാരഥി, YG മഹേന്ദ്രൻ എന്ന് പറയുന്നില്ലേ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹം മിസ്റ്റർ പട്ടു, ഇവർ രണ്ടുപേരും കൂടെ ആയിരുന്നു ഈ നാടകം നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ജയലളിതയുടെ ആൻറ്റി. അവർ ഒരു നല്ല ഒരു ആർട്ടിസ്റ്റായിരുന്നു, അവരും അമ്മയും.
അവരാണ് അതിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് എന്തോ പെട്ടെന്ന് അഭിനയിക്കാൻ പറ്റിയില്ല. അങ്ങനെ അഭിനയിക്കാനായിട്ട് രാഗിണിയക്കനെ വിളിച്ചപ്പോഴത്തേക്ക് രാഗിണിയക്കൻ്റെ കൂടെ പോകുന്നത് ഞാനാണ്. അങ്ങനെ പോയാണ് രാഗിണിയക്കൻ അതിലൊരു ഇമ്പോർട്ടൻറ്റ് വേഷമാണ്, ദാറ്റ് ഈസ് ആസ് എ ഹീറോയിൻ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ദിവസം പോകുമല്ലേ റിഹേഴ്സലിന്, അപ്പോൾ തമിഴും അറിയാം. അങ്ങനെ അതിൽ ഒരു ചെറിയ വേഷം പട്ടുവിൻ്റെ കൂടെ അഭിനയിക്കാനായിട്ട് ഒരു കോമഡി വേഷമാണ്, അത് ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ അത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ 1-2 നാടകത്തിലൊക്കെ അഭിനയിക്കാനുള്ള ഒരു, അതിൽ ഏതോ ഒരു നാടകത്തിൽ പെട്രാർത്താൻ പിള്ളയ എന്ന് പറഞ്ഞ നാടകത്തിൽ മിസ്റ്റർ ചോ, അദ്ദേഹം അതിൽ എൻ്റെ ഓപ്പോസിറ്റായിട്ട് കോമഡി വേഷം ചെയ്തത്, മെക്കാനിക്കൽ മാടസ്വാമി എന്ന് അദ്ദേഹമാണ് അത് ചെയ്തത്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പക്ഷെ അവിടെ അവരുടെ ട്രൂപ്പിലൊക്കെ ആരെയും പെണ്ണുങ്ങളാരെയും അഭിനയിപ്പിക്കില്ല, എല്ലാം ആണുങ്ങളെ എല്ലാ ആണുങ്ങളെ ആണ് പെൺവേഷം കിട്ടിക്കോളും. അങ്ങനെയായിരുന്നു അത്. വിവേക ഫൈൻ ആർട്സ് ക്ലബ്. അങ്ങനെ ഒരു നാടകം എഴുതി അദ്ദേഹം. അപ്പോൾ എഴുതിയപ്പോൾ പറഞ്ഞു, ഇത് സുകുമാരി അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ ഈ നാടകം എഴുതാം. അതായത് മൈൻഡ് ഈസ് എ മങ്കി എന്ന് പറഞ്ഞ ഒരു അതാണ് ആദ്യമായിട്ട് വിവേക ഫൈൻ ആർട്സിൽ ഒരു പെണ്ണ് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു 16 നാടകം ഞാൻ അഭിനയിച്ചു. അപ്പോൾ ഈ സിനിമയിൽ അഭിനയം തുടങ്ങിയപ്പോൾ പാസമലറാണോ ആദ്യത്തെ പടം? പടം അഭിനയിക്കാൻ തുടങ്ങിയത് 10 വയസ്സിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്രയോ പടങ്ങൾ അഭിനയിച്ചു. നാടകം സിനിമ പാസമലർ ഒരു ഡാൻസ് ചെയ്തത് 1960 വാരായൻ തൊഴി. അത് നമ്മൾ ഒരു വർഷം ഞാൻ വർക്ക് ചെയ്തില്ല. ഒരു വർഷമല്ല, മേ ബി അബൌട്ട് 3 or 4 months വർക്ക് ചെയ്തില്ല. അപ്പം എൻ്റെ അടുത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മാസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് സുകുമാരിക്ക് ഇത് ചെയ്തുകൂടാ? ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ആര് മാസ്റ്ററെ വിളിക്കാൻ പോകണു, ആര് ചെയ്യാൻ പോകണു? ഇല്ല ചെയ്യണം. അപ്പോൾ സാവിത്രിയമ്മയാണ് ആ പാട്ട് ചെയ്തത്. അപ്പോൾ സാവിത്രിയമ്മ നല്ലൊരു ഫ്രണ്ടാണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവ എപ്പോഴും നമ്മൾ കാണുന്നവർ. അപ്പോൾ എന്തുകൊണ്ട് സുകുമാരിക്ക് ചെയ്തുകൂടാ? ചെയ്യാമല്ലോ, അങ്ങനെ വണ്ണമൊന്നും വെച്ചില്ലല്ലോ, ചെയ്യാമല്ലോ. അവർ നിർബന്ധിച്ചിട്ടാണ് ആ പാട്ട് ചെയ്യാൻ. അതായിരുന്നു ഞാൻ തിരിച്ചു സിനിമയിൽ വന്നത്.